നിതിൻ രാജിന്റെ വേർപാട് വളരെ ഗൗരവമുള്ള ഒരു സംഭവമായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. നിതിൻ രാജിന്റെ പിതാവ് ശ്രീ രാജനുമായി ഞാൻ ഏറെ സമയം സംസാരിച്ചു. നിതിൻ രാജിന്റെ പിതാവിന്റെ അഭിപ്രായത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായി ഡെന്റൽ കോഴ്സിന് ചേർന്ന അന്നു മുതൽ തന്നെ നിതിൻ രാജിനെ പീഡിപ്പിക്കുന്ന നിലയിലുള്ള ഒരു സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള റാമാണ് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും നിതിൻ രാജിന്റെ പിതാവ് രാജൻ അവിടെ ചെല്ലുമ്പോൾ അവരെ വേണ്ട രൂപത്തിലുള്ള ഒരു പരിഗണന കൊടുക്കുകയോ ഇവർ പറയുന്ന പരാതികളോ ഒന്നോ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇടവേളയ്ക്ക് വീട്ടിൽ വന്നിട്ട് തിരിച്ചുപോയ അവസരത്തിൽ ഹോസ്റ്റൽ റൂം കൊടുത്തില്ല. സിക്ക് റൂമിലാണ് ഇയാൾ നിതിൻ രാജ് കഴിയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ രാജിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ പിതാവും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ അഞ്ചരക്കണ്ടി ഭാഗത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ SP ആയിട്ട് സംസാരിച്ചപ്പോൾ ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെ സംബന്ധിച്ചും അതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണയെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ വളരെ ഗൌരവമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് ഈ കോളേജിൽ നിന്ന് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ മരണത്തോട് ബന്ധപ്പെട്ട് ഒരാൾ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായാൽ ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇതിന്റെ അനുശോചനം രേഖപ്പെടുത്താൻ ആ വീട്ടിൽ വരുന്നതാണ്. ഒരു വിദ്യാർത്ഥി പോലും വന്നില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ പോകാൻ പാടില്ല എന്ന് മാനേജ്മെന്റ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്റേണൽ മാർക്ക് പറഞ്ഞാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ള നിലയിലാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. രാജന്റെ കുടുംബം ഇങ്ങനെ സാമൂഹികപരമായി സാമ്പത്തികപരമായി പിന്നോക്കമാണെങ്കിലും ഈ നിതിൻ രാജ് പഠിക്കാൻ നല്ല മിടുക്കനാണ്. അവന് മെറിറ്റിലാണ് ഈ കോളേജിൽ കിട്ടിയത്. മെറിറ്റ് കോട്ടയിലാണ് ഈ കോളേജിൽ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിതിൻ രാജിന്റെ വേർപാടിന് ശേഷം ആ കുടുംബം അനാഥമായിട്ടുണ്ട്. അവരെ ഇവിടെ വന്നപ്പോൾ തന്നെ അവരുടെ കുടുംബത്തിലെ എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആലോചിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള സൌകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി കൂടെ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.